ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ഒരു ബോഡി കൂടി ഒരു മൃതശരീരം കൂടി കിട്ടിയെന്നുള്ളതാണ് സുജിത്ത് ഇപ്പോൾ അറിയിക്കുന്നത്. നമ്മൾ മനേഷ് മൂർത്തിയിലേക്ക് പോവുകയാണ്. മനേഷിൻ്റെ സ്ഥലമാണ് ഈ അപകടമുണ്ടായ സ്ഥലം. മനേഷ്, അവിടെയുള്ള ആളുകൾ എന്തൊക്കെയാണ് നൽകുന്ന വിവരങ്ങൾ? മനേഷ്. ഉന്മേഷ്, രണ്ട് പാലങ്ങൾ, അതായത് ചൂരൽമല ടൗണിലേക്ക് കടക്കുന്നിടത്ത് ഒരു ചെറിയ പാലമുണ്ട്. ആ പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്കും അതുപോലെ തന്നെ അട്ടമലയിലേക്കും പോകുന്ന പാലമാണ്. ആ പാലമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. നമ്മൾ മുണ്ടക്കയിലുള്ള എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ആ സമയത്ത്, അതായത് പുലർച്ചെ ഒരു 3 മണി സമയത്ത് ഞാൻ സംസാരിച്ചിരുന്നു. അവർ ആ സമയത്ത് സേഫ് ആയിരുന്നു. അതായത് 2 മണിക്കാണ് ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. ആ സമയത്ത് അവർ ഉയർന്ന പ്രദേശങ്ങളിലും മറ്റിടങ്ങളിലേക്കും ഒക്കെ മാറി സുരക്ഷിതമായി നിൽക്കുകയായിരുന്നു. പക്ഷേ 4 മണിക്ക് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് അറിഞ്ഞ ഉടൻ ഞാൻ ഇവരെ വിളിച്ചിരുന്നു. ആ വിളിച്ച സമയത്ത് ഞങ്ങൾ ഓടുകയാണ്, അത് പ്രാണരക്ഷാർത്ഥം ഓടുകയാണ് എന്നൊരു മറുപടി മാത്രമാണ് എനിക്ക് ലഭിച്ചത്. അതിനുശേഷം എനിക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത്ര ഭീതിജനകം തന്നെയാണ് മുണ്ടക്കയിലെ അവസ്ഥ എന്ന കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. കാരണം ആളുകൾ ഇനി അവിടേക്ക് എത്തിയെങ്കിൽ മാത്രമേ, അതായത് രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തണമെങ്കിൽ ആ പാലം വഴി അത് മാത്രമാണ് ഏക മാർഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എയർലിഫ്റ്റിംഗ് ആണ് അടുത്ത നടപടി. എന്തായാലും എയർലിഫ്റ്റിംഗുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് റവന്യൂ മന്ത്രിയും അറിയിച്ചത് അത് തന്നെയാണ്. അപ്പോൾ അത് മാത്രമാണ് മുണ്ടക്കയിലും അതുപോലെ തന്നെ അട്ടമല മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ. അട്ടമല രണ്ടിടങ്ങളാണ്. അത് ഈ പാലം തകരുന്നതോടുകൂടി, പാലം തകർന്ന് വെള്ളം കുത്തി ഒലിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നതോടുകൂടി തന്നെ ഈ രണ്ടിടങ്ങളിലുമുള്ള കുടുംബങ്ങൾ, നമുക്കറിയാം അത് തോട്ടം മേഖലയാണ്. നിരവധി പാടികൾ, അതായത് തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾ അവിടെ ഉണ്ട്. ഒരു പാടിയിൽ 1ഉം 2ഉം കുടുംബങ്ങൾ വെച്ച് താമസിക്കുന്ന നിലവിൽ തന്നെ ഈ ചൂരൽമലയിലും അതുപോലെ തന്നെ അട്ടമലയിലും മുണ്ടക്കയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ എത്രത്തോളം ആളുകൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മുണ്ടക്കയിലാണ് ഏറ്റവും കൂടുതൽ പാടികളുള്ളത്, ലായങ്ങളുള്ളത് മുണ്ടക്കയിലാണ്. അതുപോലെ തന്നെ അട്ടമല മേഖലയിലുണ്ട്. അവിടേക്കൊക്കെ ഇനിയും നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച ഒരു വിവരം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് നമ്മൾ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് അവിടെ നിന്നും ഓടുകയാണ്. അതായത് ഒരു സ്ഥലത്ത് ഞങ്ങൾ നിൽക്കുകയായിരുന്നു, അവിടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു സാഹചര്യം. വലിയ ശബ്ദത്തോടു കൂടിയാണ് അവർ വെള്ളം ഒലിച്ചു വരുന്ന ശബ്ദം, പാറക്കെട്ടുകൾ ഒലിച്ചു വരുന്ന ഒരു ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരിടത്തേക്ക് പോവുകയാണ് എന്നത് മാത്രമാണ് എനിക്ക് അവസാനമായി അവരിൽ നിന്നും ലഭിച്ച ഒരു വിവരം എന്ന് പറയുന്നത്. അതിനുശേഷം കോൾ ചെയ്യാൻ വിളിച്ചിട്ട് മൊബൈലിൽ കിട്ടുന്നില്ലായിരുന്നു അവരെ ആരെയും തന്നെ. നേരത്തെ തന്നെ അവർ എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, 2-3 ഇടങ്ങളിൽ ആളുകൾ സുരക്ഷിതരായി നിൽക്കുന്നുണ്ട്. മദ്രസ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, അവിടെ ഒരു മദ്രസയുണ്ട്, മുണ്ടക്കയിൽ ഒരു മദ്രസയുണ്ട്. ആ മദ്രസയിലുണ്ട് ആളുകൾ, അപ്പുറത്തുള്ള സമീപത്തുള്ള വീടുകളിലൊക്കെ ഉണ്ട്. പക്ഷേ അതിനിടയിലുള്ള കുറച്ച് ആളുകളുണ്ട്, അതായത് 2 എൻഡിലാണ് ഈ ഇടയിലുള്ള കുറച്ച് ആളുകളുണ്ട്. അവരെ ആരെയും തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് അവിടെ ഞാൻ സംസാരിച്ചവർ പറഞ്ഞിരുന്നു. മാത്രമല്ല നിരവധി വോയിസ് നോട്ടുകൾ അതിനിടയിൽ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ സാധിക്കുമോ, കരഞ്ഞുകൊണ്ടുള്ള അപേക്ഷകൾ നമുക്ക് ആ ഒരു സമയത്ത് 2 മണി 3 മണി സമയത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വയനാട് കണ്ട, അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ദുരിതം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു മേഖല പൂർണ്ണമായും തന്നെ, ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തന്നെ തകരുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ആ പാലം തകർന്നതോടുകൂടിയാണ് ഈ ഇത്ര വലിയ തോതിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോയത്. ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. സുർജിത്ത് ക്യാമറമാൻ പകർത്തി നൽകുന്ന ദൃശ്യങ്ങൾ വളരെ കൃത്യമാണ്. കാരണം ഒരു മേഖല പൂർണ്ണമായും തന്നെ വാനിഷ്ഡ് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന തരത്തിൽ ആ സ്കൂളിന്റെ ഒക്കെ ഒരു അവസ്ഥ, വെള്ളാർമല GVHS എന്ന് പറയുന്ന സ്കൂളിന്റെ ഒക്കെ അവസ്ഥ നമ്മൾക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. മരണസംഖ്യ ഉയരുന്നു എന്നത് അതിനേക്കാൾ വലിയ ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ചൂരൽമല മേഖലയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കിട്ടുന്നത്, സ്കൂളിന്റെ പരിസരത്തു നിന്നാണ് മൃതദേഹങ്ങൾ കിട്ടുന്നത്. മുണ്ടക്കയിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിവരങ്ങളില്ല. അട്ടമലയിൽ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച വിവരങ്ങളില്ല. 2-3 കാര്യങ്ങൾ. ഒന്ന്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അവിടെ കറണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണുകൾ ഒന്നും തന്നെ കൃത്യമായി ചാർജ് ചെയ്യാത്ത ഒരു നിലയുണ്ട്. ആ നിലയിലാണ് എന്തായാലും കാര്യങ്ങൾ പോകുന്നത്. 7 മണിയോടുകൂടി അല്ലെങ്കിൽ 7:30 എന്തായാലും അവിടെ എയർലിഫ്റ്റിംഗുള്ള സംവിധാനം എത്തും. പക്ഷേ കാലാവസ്ഥ അതിനും പ്രതികൂലമായ ഒരു പ്രശ്നമുണ്ട്. മഴ ഇപ്പോഴും തുടരുന്ന നിലയുണ്ട് അവിടെ. മാത്രമല്ല ഉരുൾപൊട്ടൽ ഭീതി നിലനിൽക്കുന്നു. ഇപ്പോൾ റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവിടെ 3 തവണ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ നമ്മളോട് പറയുന്നത് 2 മണി സമയത്ത്, പുലർച്ചെ 2 മണി ആ ഒരു സമയത്താണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് ശേഷം 4 മണിക്ക്. അപ്പോൾ ഒരുപക്ഷെ അതിനിടയിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ദുരന്തം തന്നെയാണ് വയനാട്ടിൽ. പുത്തുമലയ്ക്ക് ശേഷം പുത്തുമല നമ്മൾ കണ്ടതാണ്, ആ ദുരന്തം നമ്മൾ കണ്ടതാണ്.
പുത്തുമലയ്ക്ക് ശേഷം അത് പുത്തുമലയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കവളപ്പാറയിലൊക്കെ കൂടുതൽ വലിയൊരു ദുരന്തം തന്നെയാണ് ഈ ഒരു മേഖലയിൽ നടന്നിരിക്കുന്നത്. എത്ര ആളുകൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. എന്തായാലും റോഡ് മാർഗം അല്ലെങ്കിൽ ആ പാലം നിർമ്മിച്ചുകൊണ്ടോ അല്ലെങ്കിൽ താൽക്കാലികമായി എന്തെങ്കിലും ചെയ്തുകൊണ്ടോ അവിടേക്ക് ആളുകൾക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇപ്പോൾ മനീഷ് ആ പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം അറിയാവുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ആ പുഴയുടെ വീതി അത് നമ്മൾ നേരത്തെ ആ സ്കൂളിന് സമീപത്തുകൂടി ആ പുഴ ഒഴുകിയിരുന്നപ്പോഴുള്ള വീതി നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അതൊരു പ്രദേശമാകെ തിങ്ങി നിറഞ്ഞ് ഒഴുകുകയാണ്. ആ കരയൊന്നാകെ ഇപ്പോൾ പുഴയായി മാറിയിരിക്കുന്ന അവസ്ഥ, ആ സ്കൂൾ ഗ്രൗണ്ട് പോലും പുഴയായി മാറിയിരിക്കുന്നൊരവസ്ഥയുണ്ട്. ആ പ്രദേശത്തെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ പാലം തകർന്നതോടെ ഇനിയും പുറം ലോകത്തെത്താൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കാര്യമെന്ന് പറയുന്നത് ആ സാധാരണ നിലയിൽ ആ പുഴ GVHS വെള്ളാർമല സ്കൂളിന്റെ സൈഡിലൂടെ ഒഴുകുന്ന ഒരു പുഴയാണ്. ആ പുഴ അങ്ങനെ ആ ഒരു ഭാഗത്തു കൂടി വന്ന് അട്ടമല ഭാഗത്തേക്ക് പോവുകയാണ്. 2 പാലങ്ങളുണ്ട്. ഒന്ന് മുണ്ടക്കയിലേക്ക് പോകുന്ന പാലം, ആ ക്ഷേത്രത്തിനോട് ചേർന്ന് ഉള്ള ഒരു പാലമാണ്. ആ പാലം തകർന്നിരിക്കുന്നു. അട്ടമലയിലേക്ക് പോകുന്നിടത്ത് ഒരു മരപ്പാലമുണ്ട്. ആ പാലത്തിന്റെ അവസ്ഥ എന്താണ്? അതും തകരാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തായാലും പുറത്തു വരുന്നില്ല. പക്ഷേ അട്ടമലയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുണ്ടക്കയിൽ നിന്നും. കാരണം പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കൾ അവിടെയുണ്ട്, അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്നും ഒരു 4 മണിക്ക് ശേഷം എനിക്ക് അവരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ലഭിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം സിഗ്നൽ ഇല്ലാത്തതാണോ അതോ ഫോൺ സ്വിച്ച് ഓഫ് ആയതാണോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. എന്തായാലും 4 മണിക്ക് അവസാനമായി പറയുമ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടുകയാണ് എന്ന ഒരു വിവരം മാത്രമാണ് എനിക്ക് ലഭിച്ചത്. കാരണം ഞാൻ ഈ ഒരു അപകടം നടന്ന സമയം മുതൽ, കാരണം എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ഉള്ളതാണ്, എന്റെ നാടാണ്, അവിടെയുള്ള ആളുകളെ പരമാവധി ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പലരെയും എനിക്ക് ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു. ആ സമയത്ത് അവർ സുരക്ഷിതരായിരുന്നു, പല ഇടങ്ങളിൽ മാറി മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ 4 മണിക്ക് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം എനിക്ക് ആരെയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അത് ഈ ഒരു അപകടത്തിന്റെ ഭീതി തന്നെയാണ് ഉണ്ടാക്കുന്നത്, അതിൽ തർക്കമൊന്നുമില്ല. കാരണം അത്ര വലിയ തോതിലാണ് മലവെള്ളപ്പാച്ചിൽ അവിടെ ഉണ്ടായിരിക്കുന്നത്. വലിയ പാറക്കെട്ടുകൾ ഒഴുകി വന്നിരിക്കുന്നു. ആ രീതിയിൽ തന്നെ വലിയ തോതിലുള്ള അപകടം തന്നെ സംഭവിച്ചിരിക്കുന്നു. ചൂരൽമല മേഖലയിൽ നിന്നാണ്, അതായത് ആദ്യ രക്ഷാപ്രവർത്തനം അവിടെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്ന് പാലം കടന്നു വേണം. ആ പാലമില്ല ഇപ്പോൾ. അത്ര വലിയ, അതായത് നമ്മൾ നേരത്തെ സുർജിത്ത് നൽകിയ ആ ദൃശ്യങ്ങൾ, അതായത് ആ പുഴ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ സ്കൂളും കടന്ന് ആ രീതിയിൽ അത്ര വലിയ തോതിലാണ് മലവെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പാലം ഒഴുകിപ്പോയാൽ പോലും അവിടെ താൽക്കാലികമായ ഒരു പാലം നിർമ്മാണം പോലും നിലവിലുള്ള സാഹചര്യത്തിൽ, അതായത് മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ, ഉരുൾപൊട്ടൽ സാധ്യത ഇനിയും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ മറ്റൊരു പാലം നിർമ്മിക്കുക എന്ന് പറയുന്നത് തീർത്തും ശ്രമകരമായ ഒരു ജോലിയാണ്. അത് അപ്പുറത്തുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതിൽ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യും. എന്തായാലും എയർലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രം വളരെ വേഗത്തിൽ അവിടെ നിന്ന് ആളുകളെ പുറത്തെത്തിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് 100 കണക്കിന് കുടുംബങ്ങൾ എന്തായാലും, അല്ലെങ്കിൽ അത്ര അധികം കുടുംബങ്ങൾ എന്തായാലും മുണ്ടക്കയിലും അട്ടമലയിലുമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവിടെ അധികവും പാടികളാണ്. ഓരോ പാടിയിലും 1 2 കുടുംബങ്ങൾ, പാടി എന്ന് പറയുന്നത് ലയങ്ങളാണ്, അതായത് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളാണ്. അവിടെ 1 2 കുടുംബങ്ങളൊക്കെ ഓരോ ലയത്തിലും താമസിക്കുന്ന ഒരു നിലയുണ്ട്. ഒരുപക്ഷെ അവിടെ നിന്നൊക്കെ ആളുകൾ, ആ കുടുംബങ്ങളെ പൂർണ്ണമായും തന്നെ മാറ്റി പാർപ്പിക്കണമെങ്കിൽ, അവരെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയധികം സംവിധാനങ്ങൾ തന്നെ വേണമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അല്ലെങ്കിൽ ഈ മലവെള്ളപ്പാച്ചിൽ കുറച്ചൊന്ന് കുറഞ്ഞാൽ അതുവഴിയെങ്കിലും ആളുകളെ പുറത്തെത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനം ദുഷ്കരം തന്നെയാണ്. ഈ നിലവിൽ ചൂരൽമലയിലാണ് എല്ലാ രക്ഷാപ്രവർത്തകരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. മുണ്ടക്കയിലേക്ക് ഇനി പോകേണ്ടതുണ്ട്. എന്തായാലും ഒന്നുകിൽ ഈ മലവെള്ളപ്പാച്ചിൽ കുറയണം, അതല്ലെങ്കിൽ എയർലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. കാരണം അതിനപ്പുറം കാടാണ്, നിലമ്പൂർ കാടുകളാണ്. ആ വഴിക്ക് എന്തായാലും ഒരു രക്ഷാപ്രവർത്തനം സാധ്യമല്ല. പിന്നീടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് വയനാടിന്റെ ഒരു അറ്റമാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത്. മുണ്ടക്കൈയാണെങ്കിലും ശരി, അട്ടമലയാണെങ്കിൽ രണ്ടും വയനാടിന്റെ ഓരോ അറ്റങ്ങളാണ്. അതിനപ്പുറത്ത് നിലമ്പൂർ കാടുകളാണ്. അതിനപ്പുറത്തേക്ക് എന്തായാലും ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം എന്തായാലും നടക്കില്ല. കാരണം ഇത് ഉരുൾപൊട്ടലിന്റെ ഒരു പ്രഭവ സ്ഥാനം എവിടെയാണ് എന്നത് പോലും വ്യക്തതയില്ലാത്ത ഒരു നിലയുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടിനുള്ളിലൂടെയുള്ള രക്ഷാപ്രവർത്തനം ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. ആകെയുള്ള മാർഗം എന്ന് പറയുന്നത് ഈ പാലം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ പാലം താൽക്കാലികമായി നിർമ്മിക്കുകയോ, അതല്ലെങ്കിൽ സ്വാഭാവികമായും ഈ എയർലിഫ്റ്റിംഗ് പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയോ വേണം. എന്തായാലും സൈന്യം എത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാം. അത്തരത്തിലുള്ള വാർത്തകൾ എന്തായാലും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വളരെ വേഗത്തിൽ ഈ രക്ഷാ ദൗത്യ സംഘങ്ങൾ അവിടേക്ക് എത്തട്ടെ എന്നുള്ളത് മാത്രമാണ് പ്രാർത്ഥന. കാരണം
എന്റെ നാടാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുള്ള ഒരു ശരി സ്ഥലമാണ്. അവിടെ വളരെ വേഗത്തിൽ മനീഷ്, ഏതായാലും മനീഷ് സുഹൃത്തുക്കളോട് ബന്ധപ്പെടൂ, അവരിൽ നിന്ന് അവരോട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ വിവരങ്ങൾ ആരായും നമുക്കത് പ്രേക്ഷകരിലേക്കും അധികൃതരിലേക്കും ഒക്കെ എത്തിക്കാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ ചൂരൽമല ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. ആ ഉരുൾപൊട്ടലിൽ ഒരു വാഹനം അത് കുത്തിയൊലിച്ച് ആ പുഴയുടെ നടുഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആ പ്രദേശമാകെ തകർന്നിരിക്കുന്നു. ആ വീടിന് മുകളിൽ ഇപ്പോഴും ആളുകളുണ്ട്. അവരെ അവിടെ നിന്ന് പുറത്തിറക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. രക്ഷാദൗത്യ സംഘം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാഹനം അത് കുത്തിയൊലിച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. ആ മേഖലയാകെ വലിയ പാറക്കെട്ടുകൾ, പാറക്കല്ലുകൾ അടിഞ്ഞു കൂടിയിരിക്കുന്നു. നോക്കൂ, എത്ര വീതിയിലാണ് ആ പുഴ ഇപ്പോൾ നിറഞ്ഞൊഴുകിയിരിക്കുന്നത്. അത് വളരെ ചെറിയൊരു പുഴയായിരുന്നു. GVHS അവിടുത്തെ സ്കൂളിനോട് ചേർന്ന്, കല്ലാർമല സ്കൂളിനോട് ചേർന്ന് ഒഴുകിയിരുന്ന ഒരു ചെറിയ പുഴ മാത്രമായിരുന്നുവെങ്കിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതോടെ അത് വലിയ ഒരു പുഴയായി മാറിയിരിക്കുന്നു. മലവെള്ളം ഇപ്പോഴും കുത്തിയൊലിക്കുന്നുണ്ട്. വലിയ പാറക്കെട്ടുകളൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഇതൊരു വാഹനം ആ കുത്തിയൊലിച്ച് മലവെള്ളം എത്തിയപ്പോൾ അതിൽ ഒഴുക്കിൽപ്പെട്ടതാണ്. സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുജിത്ത്, അപ്പോൾ കൂടുതൽ ഭയാനകമായ, നമ്മെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ, ആ ദുരന്ത ഭീകരത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ അതിപ്പോൾ പുറത്തു വരികയാണല്ലോ സുജിത്ത്. ഏറ്റവും ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം പുഴ പൂർണ്ണമായും വഴി മാറി ഒഴുകിയിരിക്കുന്നു. ആ കാഴ്ചയാണ് ഇന്നലെ കണ്ട ഈ സ്കൂളല്ല ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്കൂളിന്റെ പരിസരം തന്നെ കാണുമ്പോൾ നമുക്ക് കൂറ്റൻ പാറകൾ, അതിനിടയിൽ കുറെ വാഹനങ്ങൾ, മരത്തടികൾ, ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു ദുരന്ത ഭൂമിയായി വയനാട് ഈ ചൂരൽമല പ്രദേശം മാറിയിരിക്കുകയാണ്. വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറി. അതിന്റെ കെട്ടിടത്തിന്റെ പകുതിയോളം പ്രദേശത്ത് പൂർണ്ണമായും മരത്തടികൾ അടിഞ്ഞുകൂടുന്ന അവസ്ഥ. ചില ഭാഗങ്ങളിൽ, അതായത് ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ ആളുകൾ കൈവീശി വിളിക്കുന്ന ഒരു അവസ്ഥ. കാരണം ഞങ്ങൾ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അലറുന്ന അവസ്ഥ. അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ദുരന്തം തന്നെ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നു. അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇന്നലെ കണ്ട ആ സ്കൂളും പരിസരവുമല്ല, അത് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുന്നു. അതിന്റെ ഒരു ഭാഗത്ത് ഈ വീടുകളുണ്ടായിരുന്നു, ആ വീടുകൾ കാണുന്നില്ല. അത് പൂർണ്ണമായും നിലംപൊത്തുന്ന അവസ്ഥ. അതിനിപ്പോ അടുത്ത് ഉള്ള വാഹനങ്ങൾ തലകീഴായും മറ്റും കിടക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരു കാഴ്ച ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇടയ്ക്ക് മൃതദേഹങ്ങൾ കിട്ടുന്നു. നിലവിൽ 5 മൃതദേഹങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. കണ്ടെത്തിയ 5 മൃതദേഹങ്ങൾ അത് ആരുടേതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ. ആരാണ് മരിച്ചത്, ആർക്കാണ് അപകടം സംഭവിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്താണ് 5 മൃതദേഹങ്ങൾ നമുക്ക് മുന്നിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. കൂടുതൽ പേർ ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ്, പരിശോധനയാണ് നടത്തുന്നത്. ഈ വെള്ളാർമല സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നു. ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നവരുടെ അവസ്ഥ എന്താണ്, എത്ര പേർ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നു, ആ ഭാഗം എല്ലാം തന്നെ തുടച്ചു നീക്കപ്പെടുന്ന വിധത്തിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. 1 മണിയോടുകൂടിയാണ് വലിയ ശബ്ദത്തോടുകൂടി ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നാണ് ഈ സംഭവ സമയത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. ഇപ്പോഴും നമ്മൾ കാണുന്നത് ഒരു ഭാഗത്തെ ദൃശ്യം മാത്രമാണ്. മറുഭാഗത്തെ ഒരു ദൃശ്യവും ഒന്നും എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നില്ല. കാരണം ആ ഭാഗത്തേക്ക് മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. മുണ്ടക്കൽ ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത അവസ്ഥയുണ്ട്. പാലം കടന്നു പോകണം, ആ പാലം ഇന്നില്ല. ആ കരയെ ബന്ധിപ്പിക്കുന്ന പാലമില്ല. എയർ ലിഫ്റ്റിംഗ് അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. ആളുകളെ ഹെലികോപ്റ്റർ മാർഗം പുറത്തെത്തിക്കുക എന്നല്ലാതെ വേറൊരു വഴിയും ഇവിടെ കാണുന്നില്ല. NDRF ഉൾപ്പെടെയുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകുന്ന സാഹചര്യം ഈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം മാത്രമാണ് നടക്കുന്നത്. ഇതിന്റെ മറുകരയിൽ എന്ത് സംഭവിച്ചു? തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ പുഴ സ്വന്തം വഴിയെ എടുത്തുകൊണ്ടാണ് ഒഴുകുന്നത്. കുത്തിയൊലിച്ച് ഒഴുകുകയാണ്. ആ ഒഴുക്ക് വലിയ അളവിൽ ഒഴുകുന്നു. കൂറ്റൻ പാറകൾ പുഴയോരത്ത് പൊങ്ങി നിൽക്കുന്നു. തേയിലത്തോട്ടങ്ങളായിരുന്ന സ്ഥലമെല്ലാം തന്നെ ചിതറുന്ന നിലയിലാണ് കാര്യങ്ങൾ. ആ തരത്തിൽ സമാനതകളില്ലാത്ത ദുരന്തത്തിന് വഴിമാറുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ കഴിയുന്നത്. എത്രമാത്രം വ്യാപ്തിയും ഈ ദുരന്തത്തിനുണ്ട് എന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു ഭാഗത്ത് ആളുകൾ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട്, തങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മാടി വിളിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. പരമാവധി വേഗത്തിൽ ഈ മരങ്ങളൊക്കെ എല്ലാം തന്നെ മുറിച്ചു നിൽക്കുന്ന നടപടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് പല ഭാഗങ്ങളുമായി മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന അവസ്ഥയുണ്ട്. ആ തരത്തിൽ അതിദയനീയവും ഭയാനകവുമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്തായാലും ഇതിന്റെ വ്യാപ്തി എത്രത്തോളം, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്. ധാരാളം പാടികൾ ഉണ്ടായിരുന്നു. ആ പാടികളിലെ മനുഷ്യരുടെ അവസ്ഥ എന്താണ്? ധാരാളം വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകളിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? ഇതൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല. എന്തായാലും രക്ഷാപ്രവർത്തനം
പുരോഗമിക്കുന്നു. ഇടയ്ക്ക് മൃതദേഹങ്ങൾ കിട്ടുന്നത് വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാഴ്ചയാണ്. കാരണം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി പുതുപ്പള്ളിയുടെ അനുഭവമുള്ള പ്രദേശമാണ് ഈ മേഖല. ഇവിടെ വീണ്ടും ഒരു ദുരന്തം, ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീതിതമായ ദുരന്തം തന്നെയാണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്രമാത്രം വലിയ രീതിയിലുള്ള പ്രതിസന്ധി, ബുദ്ധിമുട്ട് ഇതെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ച് രക്ഷാപ്രവർത്തകരിലേക്ക് ഈ നാട്ടുകാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പുഴ വഴിമാറി ഏതാണ്ട് 50 മീറ്റർ എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. 50 മീറ്റർ അല്ല, അതിനപ്പുറത്തേക്ക്, അതിനേക്കാൾ വലിയ അളവിലേക്ക്, വലിയ അളവിൽ പുഴ കയറിയിട്ടുണ്ട്. എന്തായാലും ഈ പുഴ കയറിയിട്ടുണ്ട് എന്നത് ഏതാണ്ട് 100 മീറ്ററിലധികം ഈ പുഴ വഴിമാറി ഒഴുകിയിട്ടുണ്ട്. വലിയ രീതിയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ശരി സുർജിത്തിലേക്ക് എത്താം. അവിടെ റേഞ്ച് പ്രശ്നമുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ചിതറി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് സുർജിത്ത് ഇടപെട്ടത്. സുർജിത്തിലേക്ക് എത്താം. അവിടെ ഈ മുണ്ടക്കൈ മേഖലയിൽ വൈദ്യുതിയില്ല, ഒപ്പം റേഞ്ച് പ്രശ്നവുമുണ്ട്. ഇതൊക്കെ കൃത്യമായി വിവരങ്ങൾ പുറത്ത് അറിയുന്നതിന് തടസ്സമാകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്, അവിടേക്ക് വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ എത്താൻ പോകുന്നു. സുളൂറിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തും എന്നുള്ളതാണ്. 7:30 ഈ ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്ന് യാത്ര തിരിക്കും എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മുണ്ടക്കൈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മുണ്ടക്കൈ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ രക്ഷാദൗത്യ സംഘത്തിനോ രക്ഷാപ്രവർത്തകർക്കോ കഴിയുന്നില്ല. അവിടേക്കുണ്ടായിരുന്ന ഏക മാർഗം ഒരു പാലമായിരുന്നു. ആ പാലം ഇപ്പോൾ കാണുന്നില്ല. കുത്തൊഴുക്കിൽ തകർന്നു പോയതാണോ അതോ മണ്ണ് വന്ന് അടിഞ്ഞു കൂടിയതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. റവന്യൂ മന്ത്രിയാണ് ആ സംശയം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അവിടെയുള്ള ആളുകൾ പറയുന്നത് ആ പാലം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അത് തകർന്നു പോയി എന്നുള്ള തരത്തിലാണ് പ്രദേശവാസികളുടെ പ്രതികരണം. ഏതായാലും രക്ഷാദൗത്യ സംഘത്തിനിപ്പോൾ അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ചൂരൽമല ടൗൺ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രക്ഷാദൗത്യ സംഘമുള്ളത്. അവർ ആ പുഴയുടെ ഇരുകരകളിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത്. മരണം 5 ആയിരിക്കുന്നു. 5 മൃതദേഹം അവിടെ നിന്ന് കണ്ടെടുത്തു. അങ്ങനെ 5 പേർ ഈ ഉരുൾപൊട്ടലിൽ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. ഇത് ചൂരൽമല ഭാഗത്തു നിന്നുള്ള വിവരമാണ്. പക്ഷേ ഈ ഉരുൾപൊട്ടൽ ശരിക്കും ഉണ്ടായിരിക്കുന്നത് മുണ്ടക്കൈ ഭാഗത്താണ്. അവിടെ നിന്ന് കുത്തിയൊലിച്ച് ചൂരൽമല ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. ആ മുണ്ടക്കൈ ഭാഗത്തേക്കാണ് അപ്പോൾ രക്ഷാദൗത്യ സംഘത്തിന് ഇനി എത്തേണ്ടത്. കാരണം അങ്ങനെ കുത്തിയൊലിച്ച് വരുന്നതിനിടയ്ക്ക് എത്രത്തോളം ആഘാതമുണ്ടായിട്ടുണ്ട്, എത്രത്തോളം വലിയ ദുരന്തമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കുത്തിയൊലിച്ച് വെള്ളം ഒഴുകുന്നത് കാണാം. വലിയ പാറക്കൂട്ടങ്ങൾ അവിടെ കാണാം. വാഹനങ്ങൾ ഒഴുകിയെത്തിയിരിക്കുന്നത് കാണാം. വീടുകൾക്ക് മുന്നിൽ വലിയ മരക്കഷ്ണങ്ങൾ, തടികൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത് കാണാം. ചില വീടുകൾക്ക് മുകളിൽ ഇപ്പോൾ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. വീട് നഷ്ടപ്പെട്ട ആളുകളൊക്കെ തൊട്ടടുത്ത വീടുകളിൽ, ബന്ധുക്കളുടെ വീടുകളിലോ സുഹൃത്തുക്കളുടെ വീടുകളിലോ ഒക്കെ അഭയം പ്രാപിച്ച കാഴ്ചയാണത്. അവർ കൈകാട്ടി വിളിക്കുന്നുണ്ട്, തങ്ങളെ അവിടെ നിന്ന് പുറത്തിറക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് രക്ഷാദൗത്യ സംഘത്തിന് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. ഈ കുത്തിയൊലിക്കുന്ന വെള്ളത്തെ മറികടന്ന് വേണം അവർക്ക് അവിടേക്ക് എത്തുന്നതിന് വേണ്ടി. ആ രക്ഷാദൗത്യ സംഘം അവർക്ക് സമീപത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലും അവർ തിരച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തിയ തിരച്ചിലിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത്. അങ്ങനെ 5 പേർ മരിച്ചിരിക്കുന്നു ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ. ചൂരൽമലയിലാണ് ഇപ്പോൾ രക്ഷാദൗത്യ സംഘമുള്ളത്. മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തി അടിയന്തരമായി തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്ത് എത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദൗത്യ സംഘം മറുഭാഗത്തേക്ക് കടക്കാനുള്ള, ചില വീടുകളിൽ കുടുങ്ങിയ ആളുകളുടെ അടുത്തേക്ക് എത്തുന്നതിനുള്ള ചില നടപടികളൊക്കെ സ്വീകരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കുത്തിയൊലിക്കുന്ന നദിയെ മറികടന്ന് അവിടേക്ക് പോകുന്നതിന് വേണ്ടി സുർജിത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഈ ദൗത്യ സംഘം എത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ സുർജിത്ത്? എത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് എളുപ്പത്തിൽ പ്രായോഗികമായ ഒന്നല്ല എന്നുള്ളതാണ് ഇവിടുത്തെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. കാരണം പുഴ പലയിടത്തും ഗതി മാറിയിട്ടുണ്ട്. വലിയ ചെളി അടിഞ്ഞിട്ടുണ്ട്. അതിനെ വകഞ്ഞു മാറ്റുന്ന ഒരു അവസ്ഥയാണുള്ളത്. മരത്തടികൾക്കിടയിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തുന്നു. 6ാമത്തെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. TCD കണ്ടലെ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു മൃതദേഹം കൂടി മരത്തടികൾക്കിടയിൽ നിന്ന് കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്ന് സംഭവിച്ച മരണം അത് 6 ആണ് എന്നുള്ളതാണ്. അങ്ങനെ മരണസംഖ്യ ഉയരുന്നു. ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അത്രമാത്രം ആശങ്ക സൃഷ്ടിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ എത്ര പേർ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന ഈ ശബരിമല സ്കൂളിൽ അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് മുകൾ തട്ടിലുള്ള ആളുകളെ മുഴുവൻ മാറ്റി പാർപ്പിച്ച ഒരു സ്കൂൾ ശബരിമല സ്കൂളാണ്. ആ സ്കൂളാണ് പൂർണ്ണമായും
നാമാവശേഷം ആയിട്ടുള്ളത്. ആ ക്യാമ്പിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെ കണക്കുകൾ ലഭ്യമാകേണ്ടതുണ്ട്. അവരുടെ അവസ്ഥ എന്താണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഈ മരത്തടികൾക്കിടയിൽ നിന്ന് ഓരോ മൃതദേഹങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങളായി ഓരോന്നായി കണ്ടെടുക്കുന്ന ഒരു ഭയാനകമായ സ്ഥിതിയാണ് ഇവിടെയുള്ളത്. ഈ രക്ഷാപ്രവർത്തകർക്ക് ഈ മറുകരയിലേക്ക് എത്താൻ ഇനിയും സാധിച്ചിട്ടില്ല. ഇതിന്റെ മറ്റൊരു സൈഡ് അത് മുണ്ടക്കൈ മേഖലയാണ്. ഒരു പാലം മാത്രം ബന്ധിപ്പിച്ചിരുന്ന പ്രദേശം, ആ പാലം പൂർണ്ണമായും തകർന്ന് കരിപ്പണമായി പോകുന്ന സ്ഥിതിയാണ് വന്നിട്ടുള്ളത്. അതിന് പരിസരത്തുള്ള മനുഷ്യരെല്ലാം തന്നെ നമ്മളോട് പ്രതികരിച്ചതാണ്. ഇന്നലെ നമ്മളോട് പ്രതികരിച്ച ആളുകളുടെ അവസ്ഥ എന്താണ് എന്നതെല്ലാം തന്നെ ചിന്തിക്കുമ്പോൾ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് മുകളിലും, അതായത് ഈ ചൂരൽമല ഭാഗത്തെ അവസ്ഥയെ കുറിച്ചും അതോടൊപ്പം തന്നെ മറ്റ് ഈ മുണ്ടക്കൈ നേരെ മുണ്ടക്കൈ ശരി സുർജിത്.